ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ക്രിസ്പി പൊറോട്ടയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: മൈദ 3.5 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പഞ്ചസാര 1.5 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ സ്പൂണിൽ 1.5 സ്പൂണ്. ഒരു മുട്ട, പിന്നെ ഉപ്പ് ആവശ്യത്തിനാണ് കേട്ടോ. ഇത് കുഴയ്ക്കാൻ നമ്മൾ എണ്ണയും വെള്ളം, ഇളം ചൂടുള്ള വെള്ളവും ഒഴിച്ചാണ് ഇത് കുഴയ്ക്കുന്നത്. ഇത് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിത് കുഴയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് അതിനകത്ത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ 1.5 സ്പൂൺ എടുത്തെന്ന് പറഞ്ഞു. ആ 1.5 സ്പൂൺ നമ്മൾ ഇട്ടു. പിന്നെ ഉപ്പ് നമ്മൾ കറക്റ്റ് അളവിലിടണം, കാരണം പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇത്ര ഉപ്പ് ഇടുവാണേ. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തിട്ട് നമുക്ക് ഇനി ആ മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഇടാതെ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ മുട്ട പൊട്ടിച്ചൊട്ടിക്കുകയാണെങ്കിൽ അതിനൊരു ഇച്ചിരി കൂടി ടേസ്റ്റാണ്. ഒരു മുട്ട മതി, അതിൽ കൂടുതലൊക്കെ ആയാലൊരു ആഡംബരം. മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന്, കുറച്ച് വെളിയിൽ പോയി, അത് ഇളക്കിൻ്റെ ആവേശം ഇച്ചിരി കൂടിപ്പോയതുകൊണ്ടാണ്. ഇത് പലരും പല രീതിയിൽ ഇട്ടുണ്ടാകും. നിങ്ങളിത് ഇളക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാടാണ്. ഇളക്കുമ്പോൾ ഇച്ചിരി വലിയ ബൗൾ എടുത്തിട്ട് വേണം ഇളക്കാൻ. ഇത്രയും കുട്ടി ബോളിട്ട് ഇളക്കുക, ഇങ്ങനെ പൊടി ചാടി വെളിയിൽ പോകും. അപ്പോൾ ഇച്ചിരി വലിയ ബോളിട്ട് ഇളക്കുക. അപ്പോൾ ഈ മുട്ട എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് കൺസിസ്റ്റൻസി നോക്കണം. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ച് ഇളക്കി ഇച്ചിരി അധ്വാനം വേണ്ടൊരു ജോലിയാണ് കേട്ടോ ഈ കുഴക്കൽ പരിപാടി. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. നമ്മൾ എണ്ണ ഏറ്റവും ലാസ്റ്റിലേ ചേർക്കുള്ളൂ കേട്ടോ. അതിപ്പോൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ആ മാവിൻ്റെ ആ ഒരു പിടുത്തം അങ്ങ് പോയി കിട്ടും. അപ്പം കുറച്ചുകൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകാൻ നോക്കണം. വെള്ളം കൂടിപ്പോയാൽ ഇത്രയും മാവെടുത്ത് വേസ്റ്റാക്കി കളയാനൊരു ഓപ്ഷനേ വരുള്ളൂ. പിന്നെ ബോൾ എടുത്തതിൻ്റെ കാര്യത്തിലൊരു ചെറിയ പരാജയം പറ്റി കേട്ടോ. അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം ഇച്ചിരി വലിയ ബോൾ എടുക്കേണ്ടതായിരുന്നു. അത് ഇളക്കുമ്പോൾ ചാടി വെളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് വരാം. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എണ്ണ ഒഴിക്കുന്ന പരുവത്തിലാകുമ്പോൾ ഞാൻ വരാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇച്ചിരി എണ്ണയിട്ടൊരു പിടിയും കൂടി പിടിച്ചിട്ട് നമ്മളിതൊരു അരമണിക്കൂർ ഇവിടെ ഒരു നനഞ്ഞ തുണിയിട്ട് അടച്ചു വെക്കും. നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? നല്ല
മണ്ടയ്ക്ക് നമ്മൾ കുറച്ചൊരു എണ്ണ ഒന്ന് പരത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. മൊത്തത്തിൽ നമ്മളൊന്ന് എണ്ണയിലൊന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നമുക്ക് ഒരു നനച്ച് പിഴിഞ്ഞ തുണി ഇതിൻ്റെ മണ്ടയ്ക്ക് ഇടാൻ പോവാണ്. എന്നിട്ടൊരു അരമണിക്കൂർ നമ്മൾ വെക്കും. അപ്പോൾ നമ്മൾ നനച്ച് പിഴിഞ്ഞ ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് ഇവിടെ വെക്കാൻ പോകാം. ഇതൊരു 1/4 മണിക്കൂർ മിനിമം ഇരിക്കണം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കാം. അതൊന്ന് സെറ്റാവട്ടെ. സെറ്റായി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കതിൻ്റെ ബാക്കി പരിപാടികൾ വീശി അടിച്ചുണ്ടാക്കാൻ പറ്റുമോ നമ്മൾ നോക്കാം. പാളി പോവുകയാണെങ്കിൽ നമുക്ക് പരത്തി എടുത്തുണ്ടാക്കാം. എന്തായാലും നമ്മളിന്ന് പൊറോട്ട ഉണ്ടാക്കിയിട്ടേ മാറുള്ളൂ. അപ്പം ഇതൊന്ന് സെറ്റാവട്ടെ. അത് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഇത് ഏകദേശം 3/4 മണിക്കൂർ വന്നിട്ട് നമ്മൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് ഇച്ചിരി പൊങ്ങി കാണും. നമുക്കിത് തുണി എടുത്തിട്ട് നമുക്കിത് ഒന്നുകൂടെ കുഴച്ച് കൗണ്ടർ ടോപ്പിലിട്ട് അടിച്ച് പരത്തി ലെവലാക്കി എടുക്കാം. ഓക്കെ, പിന്നെ തുണി എടുത്തിടാം. ഓക്കെ, ഇതിപ്പോൾ പൊങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. ഇപ്പോൾ നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് ഒന്ന് മയപ്പെടുത്തിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് റെഡിയാക്കുവാണ്. ഇത് എന്നിട്ട് കൗണ്ടർ ടോപ്പ് നമ്മൾ വൃത്തിയാക്കിയിട്ടേക്കുവാണ്. കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇത് മനസ്സിലായല്ലോ. നമ്മൾ എണ്ണയ്ക്ക് ഇങ്ങനെ കുറച്ച് മതി കേട്ടോ. ഇങ്ങനെ തെളിച്ച് കൊടുത്താൽ മതി. അതായത് ഇതൊന്ന് തെന്നി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ അതാ ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് മുറിക്കാം. പിന്നെ കത്തി എടുത്തിടാം. നമ്മളിത് മുറിക്കാൻ പോകണേ. നമുക്കിത് പിച്ചാത്തിയുടെ ആവശ്യമില്ല. ഒരു ലക്ഷറി. നമുക്കൊന്ന് സൈസ് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ വേണം നമ്മൾ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ. നമുക്ക് 4 പൊറോട്ട നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ കാണിക്കാൻ പോകെ ഇതിങ്ങനെ അകത്തോട്ട് കയറ്റി നമ്മൾ ബോളൊക്കെ എടുക്കുക. നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇവനെ ഒന്ന് ഇച്ചിരി എണ്ണ തേക്കുക കൗണ്ടർ ടോപ്പിൽ. നമുക്കൊന്ന് അടിച്ച് നോക്കാം പറ്റുമോന്ന്. പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ പരിപാടി വിട്ടേക്കാം.
കട്ടി ലേശം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരാജയപ്പെട്ട വീശി അടിക്കൽ നാടകത്തിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു അടുത്ത പരിപാടി. നമ്മൾ ചപ്പാത്തി റോൾ ചെയ്ത് സാധനം വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി താഴെ പിടിച്ച എണ്ണ കൗണ്ടർ ടോപ്പിലോട് കുറച്ച് എണ്ണ തേക്കുക. നമ്മൾ ഈ പരത്തുന്ന നമ്മൾ സാധനമാകുമ്പോൾ അതിൽ എണ്ണ തേക്കുക. ഒട്ടായിരിക്കാനാണ് കേട്ടോ. ഇതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും സമയം മെനക്കെടില്ല. നല്ല നൈസാവണം കേട്ടോ, എന്നാലേ ആ ഒരു ഗ്ലാമർ കിട്ടും. അങ്ങോട്ട് കുറച്ച് മാറ്റി വെക്കാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിച്ചാത്തി എടുത്ത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ഇച്ചിരി സ്പൈസ് ഇട്ടേക്കണം, എന്നാലും അത് കീറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എടുത്ത് അങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം. ഒട്ടിപ്പോകാതെ നോക്കണം. ഒട്ടി വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ചുറ്റിയെടുക്കാം. വെച്ചിട്ട് ലാസ്റ്റ് വന്ന് ആ ഒരു നടുക്ക് വെക്കും. നമ്മളിച്ചിരി നല്ല വലുപ്പമുള്ള പൊറോട്ട നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് നമ്മളൊന്ന് പരത്തിയിട്ട് വരാം. പരത്തിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ തുണി വെച്ച് വെക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ചുറ്റി വെച്ചിട്ടുണ്ട്. അല്ല വലിയ ഗ്ലാമറിലൊന്നും അല്ല, എന്നാലും നമ്മൾ പർപ്പസ് നിൽക്കും. അപ്പോൾ അതിനുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നനച്ച തുണി ഇട്ട് നമ്മളിവിടെ വെക്കാൻ പോകണേ. 10 മിനിറ്റ് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ജസ്റ്റ് ഒരു കുളിരിന്. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് എടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തി കല്ലിലേക്ക് ഇടാം. ഓക്കെ, ഇതിപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് എടുക്കുക, കയ്യിൽ കുറച്ച് കയ്യിൽ എണ്ണമയമാണ് ഇപ്പോൾ, എന്നാലേ ആ ഒരു ഇത് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഏത് വലിപ്പത്തിലാണോ പൊറോട്ട വേണ്ടത് ആ വലിപ്പത്തിൽ ഇവനെ അങ്ങോട്ട് പരത്തുക. കണ്ടോ, നമ്മുടെ ആ ലെയറുകൾ ഇപ്പോഴേ ആ ലെയർ ഫോർമേഷൻ കണ്ടോ, അതാണ് എൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമുക്കിവനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മുടെ തവ ചൂടാക്കാൻ വെച്ചു. നമ്മൾ കടകളിലേക്ക് പോലെ തന്നെ ഒരു തുണി ചുറ്റി, ഒരു കമ്പി തുണി ചുറ്റി ഇച്ചിരി എണ്ണ എന്തോ നോക്കാം. എണ്ണയുടെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയുടെ ആവശ്യമില്ല, എന്നാലും ഒരു ചെറിയ നമുക്ക് നമ്മുടെ പൊറോട്ട അതിലേക്ക് ഇടുക. തീ ലേശം കുറച്ചിട്ട് കേട്ടോ. അപ്പം ഇതാവുന്നതനുസരിച്ച് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് പരത്തിയെടുക്കാം. നമ്മുടെ ലെയറൊക്കെ അടിക്കുമ്പോൾ കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾക്കിതൊന്ന് എല്ലാം നാലെണ്ണം ചുട്ടിട്ട് അടിക്കുന്ന സമയത്തേക്ക് നമുക്ക് വീഡിയോയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ, മെയിൻ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിതെങ്ങനെ കഴിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അതെങ്ങനെ കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് നല്ല ബീഫ് നമ്മളിങ്ങനെ
ബീഫിൻ്റെ കറി ഇങ്ങനെ ഇടുവാണ്. ഇവനെ ഒന്ന് കുതിർക്കാൻ വെക്കും. എന്നിട്ടാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ചിട്ട് ഗ്രേവിയും കഷ്ണവും ഇട്ട് ഇവനെ അങ്ങോട്ട് അങ്ങ് കുതിർക്കാൻ വെക്കും. ഇനി ഇത് നമ്മളൊരു പിടി പിടിക്കും. അതാണ് എൻ്റെ ഒരു ക്ലൈമാക്സ്. സൂപ്പറാണോ? അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണുന്ന വരെ ബൈ.